അങ്ങകലെയുള്ള ഏതോ അൺനോൺ ഇൻ്റലിജൻസ് സ്ട്രക്ചേഴ്സുമായിട്ട് നടന്നിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമാണ് ഞാൻ ഈ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. അദ്ദേഹമാണ് ഇതിന് ITC സംവിധാനം എന്ന് പേര് കൊടുത്തത്. അതായത് ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് എവിഡൻസ് കൊണ്ടുവരിക. മാഗി ഫിഷ്ബാക്ക് ദമ്പതികൾ, അവരാണ് ഇന്ന് ഏറ്റവും പ്രസിദ്ധമായ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് റെഗുലർ കോണ്ടാക്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അവർ അങ്ങനെ എലികളുടെ മസ്തിഷ്കത്തിൽ നിന്ന് തുടങ്ങി അവർ ചിപ്പ് ഉപയോഗിച്ച് മറ്റ് സർക്യൂട്ടറി ഉപയോഗിച്ച് ആ കൃത്രിമമായ മസ്തിഷ്കം സൃഷ്ടിച്ചെടുത്തു. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് ഈ ശാസ്ത്രജ്ഞൻ പറയുന്നുണ്ട്. ഞങ്ങൾ വളരെ അത്ഭുതപ്പെട്ടു പോയി, അമ്പരന്ന് പോയി ബ്രെയിനിൻ്റെ ഈ റെസ്പോൺസ് കണ്ടപ്പോൾ. കാരണം അവർക്കിത് കേൾക്കാൻ ഇഷ്ടമല്ല. പിന്നെ മരണം എന്ന് പറയുന്നത് ആർക്കും ഇഷ്ടമില്ലാത്തൊരു വാക്കാണ്. അതുകൊണ്ടാണ് നമ്മളത് അവസ്ഥാന്തരം എന്ന് പറയുന്നത്. ഞാൻ ഇതിനെ ഒരു ആൾക്കാർക്ക് വേണം ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ കണ്ടതിലെ ഏറ്റവും നല്ലൊരു പുസ്തകത്തിൻ്റെ കാര്യം ഞാൻ പറയാം. അത് ഇൻസ്ട്രുമെൻ്റൽ ട്രാൻസ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. എൻ്റെ കയ്യിലിരിക്കുന്നത് ഇതിൻ്റെ 3ാമത്തെ എഡിഷനാണ്. ഇത് ജർമ്മൻ ഭാഷയിൽ എഴുതപ്പെട്ടതാണ്. ഇതിൻ്റെ ഗ്രന്ഥകാരൻ ഏണസ്റ്റ് സെക്കോവൻസ്കി എന്നാണ് അതിൻ്റെ പേര്. ഏർണസ്റ്റ് സെക്കോവൻസ്കി. അദ്ദേഹം യൂറോപ്പിലെ ഏറ്റവും പ്രസിദ്ധനായ ഫിസിക്സ് ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹമാണ് ഇതിന് ITC സംവിധാനം എന്ന് പേര് കൊടുത്തത്. അതായത് ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് എവിഡൻസ് കൊണ്ടുവരിക. അപ്പോൾ അന്യ ലോകങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എവിഡൻസിൻ്റെ വൺ ആഫ്റ്റർ ദി അതർ ഡീറ്റെയിൽസാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇത് 1100 പേജ് വരും പ്രദീപ്. ഈ 1100 പേജ്. ഇത് ഡെസിഫർ ചെയ്യാൻ തന്നെ ഒരു 9 മാസം വേണ്ടി വരും. കാരണം നല്ല സാങ്കേതികതയുള്ളതാണ്. അത് ഞാൻ മിക്കവാറും ഒരു 75-80% ഡെസിഫർ ചെയ്തു. ബാക്കിയുള്ളതും പലതും റിപ്പീറ്റഡ് ഉള്ളതായിട്ടുള്ളതാണ്. അത് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് പറഞ്ഞിട്ട് റിസൾട്ട്സ് ആൻഡ് പ്രോബ്ലംസ് ഓഫ് ദ മീഡിയമിസ്റ്റിക് ടെക്നിക്കൽ റിയലൈസേഷൻ ഓഫ് ഓഡിയോ വിഷ്വൽ കോണ്ടാക്ട്സ് വിത്ത് ഓട്ടോണമസ് അപ്പിയറിംഗ് ഇൻ്റലിജൻറ്റ് സ്ട്രക്ചേഴ്സ് ഓഫ് അൺനോൺ ഒറിജിൻ. ഇത് വളരെ നീണ്ടൊരു ഹെഡിങ്ങാണ്. പക്ഷേ ഒരു കാര്യം മാത്രം അതിൽ നിന്ന് മനസ്സിലാക്കിയാൽ മതി. അങ്ങകലെയുള്ള ഏതോ അൺനോൺ ഇൻ്റലിജൻസ് സ്ട്രക്ചേഴ്സുമായിട്ട് നടന്നിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമാണ് ഞാൻ ഈ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. ജർമ്മനിയിലുള്ളതാണ്. അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുത്ത പുസ്തകമാണ്. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിൻ്റെ ഒരു പുസ്തകം 29,000 രൂപ വിലയാണ്. സാധാരണക്കാർക്ക് ആർക്കും അത് വാങ്ങിക്കാൻ പറ്റില്ല. എൻ്റെ ഇതിനും ഒബ്ജക്ഷൻ ഉണ്ടായി. പക്ഷേ ഞാൻ കോൺഷ്യസ്നസ് റിസർച്ചിലാണെന്ന് പറഞ്ഞ് തിരിച്ച് അവർക്ക് മെയിലിട്ട് കഴിഞ്ഞപ്പോൾ അവർ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സമ്മതിച്ചു. ഇപ്പോൾ ഈസിയായിട്ട് ഡൗൺലോഡ് ചെയ്ത് കിട്ടുമെന്ന് എനിക്കറിയില്ല. അന്ന് എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് വത്തിക്കാൻ എക്സ്പെരിമെൻറ്റ്, ഈ വത്തിക്കാനിൽ നടന്ന പരീക്ഷണത്തിൽ ഞാൻ പറഞ്ഞില്ല, ഫാദർ ജമേലി പിന്നെ ഫാദർ എർണേറ്റി, ഇവർ രണ്ടുപേരും കൂടെ 1952 കൃത്യമായിട്ട് പറയുന്നത് സെപ്റ്റംബർ 17-ാം തീയതിയാണ് ഈ പരീക്ഷണം നടത്തിയെന്നുള്ളതാണ് എൻ്റെ അറിവ്. ഇവർ ഈ പരീക്ഷണം നടത്തി ഈ മരിച്ചുപോയ ഈ ഫാദറിൻ്റെ പിതാവുമായിട്ട് ബന്ധപ്പെട്ടു. അത് യൂണിവേഴ്സിറ്റി ഓഫ് ഫിസിക്സ് ലാബറട്ടറി ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് മിലാനോ എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട് വത്തിക്കാനിൽ. അവർ ഈ മിറക്കിൾസിനെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അവർ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇന്നത് വളരെ അപ് ടു ഡേറ്റ് ലാബറട്ടറി ആക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷേ 1950 കാലഘട്ടങ്ങളിൽ അത് അന്നത്തെ രീതിയിലുള്ളൊരു സ്ഥാപനമായിരുന്നു. ഇത് ആരുടെയും അനുവാദം കൂടാതെയാണ് സത്യത്തിൽ ഈ പ്രീസ്റ്റന്മാർ ഇത് തുടങ്ങിയത്. പക്ഷേ അന്ന് അതിനോടൊക്കെ ഇതിനെക്കുറിച്ച് ധാരാളം പ്രചാരം വന്നിരുന്നു. അങ്ങനെ ഈ ഫാദർ ജമേലിയുടെ ഫാദറുമായിട്ട് അച്ഛനുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനിടയായി. അപ്പോൾ അച്ഛൻ പറയാണ്, എടാ വെള്ളി നാണയമേ നീ എന്നെ തിരിച്ചറിയുന്നില്ലേ എന്ന് അതിനകത്തൊരു സംഭാഷണം വരുന്നുണ്ട്. ഏത് അന്യലോകങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വന്ന സംഭാഷണം. അപ്പോഴാണ് മനസ്സിലായത്. കാരണം ഇയാൾ ചെറുപ്പത്തിൽ സിൽവർ കോയിൻ ഈ പിതാവ് വിളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അപ്പം അയാൾക്ക് കൺവിൻസ്ഡായി ഇതെൻ്റെ അച്ഛൻ തന്നെയാണെന്നുള്ളത്. ഇങ്ങനെ അതിനുശേഷം അനേകം ഡസൻ കണക്കിനുള്ള വോയിസസ് റെക്കോർഡ് ചെയ്ത് അന്ന് പിയൂസ് 12-ാമനാണ് പോപ്പായിട്ടിരുന്നത്. പിയൂസ് 12-ാമനെ പോയി കണ്ടു. പുരോഗമനവാദിയായ ഒരു പോപ്പായിരുന്നു അദ്ദേഹം. എന്നിട്ട് ടേപ്പ് റെക്കോർഡർ കേൾപ്പിച്ചു. പിയൂസ് ഇത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, ഇത് ടേപ്പ് റെക്കോർഡർ കള്ളത്തരം പറയാൻ സാധ്യതയില്ല. അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ ശബ്ദരേഖകൾ സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അവർ പോപ്പായതുകൊണ്ട് ആ രീതിയിലൊക്കെ പറയുള്ളൂ. അപ്പോൾ പറഞ്ഞു, സഭ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് 100% പിന്തുണ സഭയ്ക്ക് തരാൻ പറ്റില്ല.
പക്ഷേ ഒരു കുഞ്ഞ് മരിച്ചാലോ അല്ലെങ്കിൽ ഫാമിലിയിൽ വളരെ വേണ്ടപ്പെട്ട ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഒരു അമ്മയ്ക്കുണ്ടാകുന്ന ദുഃഖം അതുപോലെയുള്ള അതീവ സാഹചര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സഭയ്ക്ക് അനുവദിക്കാവുന്നതാണ് എന്ന് പറഞ്ഞ് സമ്മതം കൊടുത്തു. അപ്പോൾ ഈ വിവരങ്ങളൊന്നും കേരളത്തിൽ ഇത് അറിയാമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്കിത് പല റെഫറൻസസ് ഞാൻ കൊടുക്കാം, ഞാനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അതിന് കൊടുക്കാം, അവർക്കത് പഠിക്കാം. ഇതൊന്നും അല്ലാതെ ഫ്രാൻസിലൊരു കത്തോലിക്ക പുരോഹിതൻ വളരെ ഗഹനമായ വിവേചനം നടത്തുകയാണ്. സയൻസും ആത്മീയതയുമായിട്ട് സംയോജിപ്പിക്കുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ച ഫാദർ ഫ്രാങ്കോയിസ്, നമ്മുടെ ബിഷപ്പ് ഒരു ഫാദർ ഫ്രാങ്കോയിസ്, അദ്ദേഹം പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഒരു കുഴപ്പം, ഈ പുസ്തകമൊക്കെ നല്ല വിലപിടിപ്പുള്ള പുസ്തകങ്ങൾ, പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്നൊക്കെ കിട്ടും. പക്ഷേ അതോടൊപ്പം നമ്മൾ ഏത് ഗൂഗിളിൽ ചോദിച്ചാൽ ഇതൊക്കെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റിയില്ല, ഈ പരീക്ഷണത്തിനൊക്കെ ആ പ്രശ്നമുണ്ട്, ഈ പ്രശ്നമെന്ന് പറഞ്ഞു. തൽക്കാലം അതങ്ങ് മാറ്റി നിർത്തണം. കാരണം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇത്തരത്തിലുള്ള ഗവേഷണം വഴി മാത്രമല്ല, വേറെ ധാരാളം CIA വരെ ഈ കാര്യത്തിൽ ഗവേഷണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് കഴിഞ്ഞ തവണ ഞാൻ ആതിരയായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ ഞാൻ പറയുകയുണ്ടായി. വിവിധ കോണുകളിൽ കൂടി ഇന്നിപ്പോൾ തിട്ടമായിട്ടുണ്ട് നമ്മുടെ അവസ്ഥാന്തരത്തിന് ശേഷം നമ്മൾ ശരീരം ഉപേക്ഷിച്ച് കഴിഞ്ഞാലും ജീവൻ നിലനിൽക്കുന്നു. അപ്പോൾ ഈ പുസ്തകത്തിൽ വത്തിക്കാൻ എക്സ്പെരിമെൻ്റ് ഇതിനകത്ത് കഴിഞ്ഞ 100 വർഷങ്ങളായിട്ട്, ഞാൻ പറഞ്ഞ 1920 തൊട്ട് നടന്നുള്ള ITC ഗവേഷണത്തിൻ്റെ ഫുൾ റെക്കോർഡുകളാണ് ഈ പറയുന്ന പുസ്തകത്തിലുള്ളത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, 10,000 ഗവേഷകർ അന്യലോകങ്ങളുമായിട്ട് തുടർ സമ്പർക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പറയുന്നത് കോണ്ടാക്റ്റ് ഫീൽഡ് എന്നാണ്. കോണ്ടാക്റ്റ് ഫീൽഡ്. അപ്പോൾ ഇതിനകത്ത് മാഗി ഫിഷ്ബാക്ക് ദമ്പതികൾ, അവരാണ് ഇന്ന് ഏറ്റവും പ്രസിദ്ധമായ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് റെഗുലർ കോണ്ടാക്റ്റ് കിട്ടുന്നുണ്ട്, അവർക്ക് ഡയറക്റ്റ് റേഡിയോ വോയിസ് കിട്ടുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇതിനകത്ത് ഇതിൻ്റെ നിർവചനങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മറ്റ് അന്യലോകങ്ങളുമായി ആർക്കും തന്നെ ബന്ധപ്പെടാൻ സാധിക്കാത്തതിൻ്റെ റീസൺ കൊടുത്തിട്ടുണ്ട്. അത് മനസ്സിലെ കണ്ടാമിനേഷനാണ്. നമ്മുടെ യോഗശാസ്ത്രത്തിൽ പറയാനില്ലേ, നമ്മൾ സംശുദ്ധമായി മനസ്സിനെ വയ്ക്കുകയും അങ്ങനെ ആ ഒരു രീതിയിൽ വന്നു കഴിഞ്ഞാൽ ശ്രുതി എന്ന് പറയുന്ന ഒരു കാര്യം പൗരാണികർക്ക് ലഭിച്ചിരുന്നു. സത്യത്തിൽ ഈ ശ്രുതി തന്നത് ആരാണെന്നറിയാമോ? അന്യ ലോകത്തിൽ അവർ ഇതിനകത്ത് പറഞ്ഞ ടെക്നീഷ്യൻ എന്നാണ് പേര്. ടെക്നീഷ്യൻ എന്താണ് അങ്ങനെ ഒരു പേര് വന്നതെന്ന് അറിയില്ല. ഈ ശ്രുതി എന്ന് പറയുന്ന അമാനുഷനായ ഒരു വ്യക്തിയാണ്. ബയോമോളക്യുലാർ ബോഡി കൊണ്ടല്ല ഈ വ്യക്തിയെ നിർമ്മിച്ചിട്ടുള്ളത്, പക്ഷേ വളരെ അഡ്വാൻസ്ഡ് സ്പിരിറ്റ് ബീയിങ് ആണ്. അപ്പോൾ ഋഷിമാർ മനസ്സ് ഏറ്റവും നൈർമല്യമായി കഴിയുമ്പോഴത്തേക്കും, മെഡിറ്റേഷനിൽ കൂടിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഋഷിമാർക്ക് കിട്ടിയ അറിവ് മുഴുവൻ ശ്രുതി വഴിയാണ്. ആ ശ്രുതിയുടെ എക്സ്പ്ലനേഷനാണ് ഞാൻ. ആ ശ്രുതി എന്ന് പറയുന്നത് ഈ പറയുന്ന അന്യലോകങ്ങളിലെ അമാനുഷരായ വലിയ എൻറ്റിറ്റി ഉപദേശിച്ചു കൊടുത്തിരിക്കുന്നതാണ്. ഇവരുടെയൊക്കെ റിലംസ് വളരെ വലുതായിരിക്കും. ഇവരുടെയൊക്കെ റിലംസ് വളരെ വലുതാണ്. ഇപ്പം ഞാൻ പറയാമല്ലോ, ഞാൻ പറഞ്ഞിരുന്നു 1993 എഴുതിയ ടൈം ലൈഫ് മാഗസിനിൽ അവർ പറയുന്നുണ്ട് നമ്മുടെ വലതു മസ്തിഷ്കമാണ് ഈ റിലംസിനെ തിരിച്ചറിയുന്നത്. അപ്പോൾ ലോജിക്ക് ഇങ്ങനെയുള്ള തർക്കശാസ്ത്രം ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടുള്ളവരെ അവരവരുടെ വലതു മസ്തിഷ്കത്തിൻ്റെ ഒരു നല്ല ഭാഗം ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അത് വലതു മസ്തിഷ്കവും ഇടതു മസ്തിഷ്കവും കൂടെ സിങ്ക്രണൈസ്ഡ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മീയ സാധനകൾ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ മസ്തിഷ്കത്തിലെ ഭൂരിഭാഗയിലും നല്ല ഭാഗം ന്യൂറോൺസുകളെയും നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അതിനൊരു ഉദാഹരണം പറയാനാണെങ്കിൽ ബ്ലൂ ബ്രെയിൻ പ്രോജക്റ്റാണ്. ബ്ലൂ ബ്രെയിൻ പ്രോജക്റ്റ് സ്വിറ്റ്സർലൻഡിൽ നടന്ന ഒരു വലിയ പ്രോജക്റ്റാണ്. ഇപ്പോൾ അത് ഉപേക്ഷിച്ചു. എന്നാണെന്ന് ചോദിച്ചാൽ ഫണ്ടില്ലായി. 2005 തൊട്ട് 2020 കാലഘട്ടങ്ങൾ വരെ 15 വർഷം എടുത്ത് കൃത്രിമ മസ്തിഷ്കം നിർമ്മിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ശാസ്ത്രജ്ഞർ. അപ്പോൾ അവർ അങ്ങനെ എലികളുടെ മസ്തിഷ്കത്തിൽ നിന്ന് തുടങ്ങി അവർ ചിപ്പ് ഉപയോഗിച്ച് മറ്റ് സർക്യൂട്ടറി ഉപയോഗിച്ച് ആ കൃത്രിമമായ മസ്തിഷ്കം സൃഷ്ടിച്ചെടുത്തു.
മനുഷ്യ മസ്തിഷ്കത്തിലേക്ക് വന്നതിന് ശേഷം അവരൊരു പ്രത്യേക സ്റ്റിമുലി കൊടുത്തു. സ്റ്റിമുലി ആൻഡ് റെസ്പോൺസ് നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പം നമ്മുടെ കണ്ണിലേക്ക് ഒരാൾ കുത്താൻ വരുവാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ തല മാറ്റില്ല, അതാണ് സ്റ്റിമുലി. അപ്പോൾ അതിൽ ആ സ്റ്റിമുലി കൊടുത്തപ്പോഴത്തേക്കും ഈ പർട്ടിക്കുലർ വലത് മസ്തിഷ്കത്തിൽ നിന്ന് റെസ്പോൺസ് ഉണ്ടായി. ആ വലത് മസ്തിഷ്കത്തിൽ നിന്നുള്ള റെസ്പോൺസ് അവർ കമ്പയർ ചെയ്തപ്പോൾ അന്യലോകങ്ങളെ, ഹയർ ഡയമെൻഷൻസ് തിരിച്ചറിയുന്ന രീതിയിലുള്ള റെസ്പോൺസാണ് ഈ കൃത്രിമ മസ്തിഷ്കം കൊടുത്തത്. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് ഈ ശാസ്ത്രജ്ഞൻ പറയുന്നുണ്ട്. ഞങ്ങൾ വളരെ അത്ഭുതപ്പെട്ടു പോയി, അമ്പരന്ന് പോയി ബ്രെയിനിൻ്റെ ഈ റെസ്പോൺസ് കണ്ടപ്പോൾ. അതായത് മനുഷ്യ മസ്തിഷ്കത്തിന് 7 പരിമാണങ്ങൾ വരെ, നമ്മൾ പരിമാണം എന്നല്ല പറയുന്നത്, ഇപ്പോൾ പരിമാണങ്ങൾ എന്നുള്ള ഒരു വാക്കാണ് ഉപയോഗിക്കുന്നത്, പരിമാണങ്ങൾ വരെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. 1993 പരീക്ഷണത്തിലും അത് കണ്ടിട്ടുണ്ട്. ഇതൊന്നുമല്ലാതെ മൊണമൈഡ് ഡ്രീം ലാബറട്ടറി എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്, ഡ്രീം ലാബറട്ടറി. അവിടുത്തെ ശാസ്ത്രജ്ഞർ ഡ്രീം പരീക്ഷണങ്ങൾ നടത്തി. ആ ഡ്രീം പരീക്ഷണത്തിലും ഇത് തെളിഞ്ഞു വന്നു. മനുഷ്യർ അന്യലോകങ്ങളിൽ ഡ്രീം സമയത്ത് അന്യലോകങ്ങൾ വിസിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ. പിന്നെ മായോ ക്ലിനിക്ക് ഡ്രീം പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. അത് പക്ഷേ ഈ കാര്യത്തിലുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി വളരെ ഫേമസ് അല്ലേ? പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിക്ക് ഒരു വലിയ ഡിപ്പാർട്ട്മെൻറ്റ്, അനോമലി ബിഹേവിയർ എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. അവരും പരീക്ഷണം നടത്തി, അവരൊക്കെ ഡേറ്റയുണ്ട്. പക്ഷേ ഈ ഡേറ്റയൊന്നും തൽക്കാലം പുറത്തേക്ക് വിടാൻ പറ്റിയില്ല. അവരതിന് വിമുഖരാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് നിരന്തരം എതിർത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിനകത്ത് കാര്യം. എന്നാൽ ഇതിൽ താല്പര്യമുള്ളവർക്ക്, ഇപ്പം എന്നെപ്പോലെയോ പ്രദീപിനെപ്പോലെയോ നിങ്ങളുടെ ചാനലൊക്കെ ഈ കാര്യത്തിൽ താല്പര്യം കാണിക്കുന്നുണ്ട്. ഓൺലൈൻ മാധ്യമം ഈ കാര്യത്തിൽ വളരെ താല്പര്യം കാണിക്കുന്നു. ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. മുഖ്യധാരാ മാധ്യമങ്ങൾ ആരും തന്നെ ഇതിനകത്തൊരു താല്പര്യം കാണിക്കുന്നില്ല. ഞാൻ എൻ്റെ പ്രീവിയസ് ഇൻ്റർവ്യൂവിൽ ഹോസ്പിറ്റലുകളിൽ നടന്ന ഗവേഷണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിവിധ ആംഗിളുകളിൽ കൂടിയാണ് നമ്മളിപ്പോൾ ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആ സ്കോൾ എക്സ്പെരിമെൻറ്റിൽ ഇതിന് വസ്തുനിഷ്ഠമായ തെളിവുകൾ കൊണ്ടുവന്നു കഴിഞ്ഞു. ഇതിലൊക്കെ വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ശാസ്ത്രജ്ഞരാണ്. അപ്പോൾ ഇതിനകത്ത് ഈ മരിച്ചുപോയ റൗഡി 1970 ഇത് എല്ലാവരെയും ഷോക്ക് ചെയ്യും. 1970 കാലങ്ങളിൽ റൗഡിയും മരിച്ചു, ലാത്വിയൻ മനഃശാസ്ത്രജ്ഞൻ. 1985 റൗഡീവ് ഈ ഏണസ്റ്റ് സെൻകോവസ്കിയെ ബന്ധപ്പെട്ടു. എങ്ങനെയെന്ന് ചോദിച്ചാൽ സെൻകോവസ്കി പരീക്ഷണം നടത്തിയപ്പോൾ മിസ്റ്റർ സെൻകോവസ്കി, ഇത് ഞാൻ റൗഡീവാണ്, പരിമാന തലങ്ങളുടെ ഗേറ്റ് വേയിൽ ഞാൻ നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. പരിമാന തലങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ 4 ഡയമെൻഷനും 5 ഡയമെൻഷനും ഞാൻ മിഡ് ആസ്ട്രൽ വേൾഡിലാണെന്നാണ് പറയുന്നത്.